ചേർത്തല NSS കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വൈക്കത്ത് നടന്നു. NSS കോളേജിൽ പഠിച്ചിറങ്ങിയ 1970-80 കാലഘട്ടത്തിലെ ഡിഗ്രി വിദ്യാർത്ഥികളാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത്. വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരക്കേറിയ ജീവിതത്തിൽ സമൂഹത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് ചേക്കേറിയവർക്ക് വർഷങ്ങൾക്കിപ്പുറം പോയ കാലത്തിന്റെ സൗഹൃദ തണലിൽ ഒരുമിച്ചിരിക്കുവാനുള്ള വേദിയൊരുക്കി. കുടുംബമേളയും ഓണാഘോഷവും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെയും വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പാട്ടുപാടിയും ഇതര കലാപരിപാടികൾ നടത്തിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേറിട്ട അനുഭവമാക്കി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നായി നിരവധി പേർ വിദ്യാർത്ഥി സംഗമത്തിലെത്തി ഓർമ്മകൾ പങ്കുവച്ചു. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രദീപെ ക്ഷമാപണത്തോടുകൂടി പറയുന്നു, നിങ്ങളും വളരെ കഷ്ടപ്പെട്ടാണ് തൃശ്ശൂർ കാത്തിരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയുള്ളൊരു പരിപാടി കഴിയുന്നിടത്തോളം കാലം സൗഹൃദങ്ങൾ പങ്കിടുന്നതിനോടൊപ്പം അവശത അനുഭവിക്കുന്ന സഹപാഠികൾക്ക് കൈത്താങ്ങായി മാറുകയാണ് കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഡിഗ്രി കോഴ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. 40-40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കലാലയത്തിൽ പഠിക്കുകയും അതിനുശേഷം വിവിധ ജോലികളിൽ വ്യാപൃതരായി പല സ്ഥലങ്ങളിൽ പോവുകയും ചെയ്ത് അവർ തിരിച്ചെത്തി ഇത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. ഈ കൂട്ടായ്മയിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള അവരെ എല്ലാ തരത്തിലും സഹായിക്കുക, അവർക്കിടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുക എന്നീ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി രൂപീകരിച്ചിട്ടുള്ളതാണിത്. ഇതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ ദിവസവും പുതിയ പുതിയ മെസ്സേജുകളും പുതിയ കാര്യങ്ങളുമൊക്കെ ഇട്ട് നമ്മളുടെ ഗ്രൂപ്പിനെ എപ്പോഴും ഉത്ബുദ്ധരാക്കി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഈ ഗ്രൂപ്പിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് അനുകരണീയമായ ഒരു രീതിയായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി പല പുതിയ പദ്ധതികളും ഭാവിയിൽ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രേംകുമാർ, വിജയൻപിള്ള, പൊന്നപ്പൻ, അംബിക, വിജയകുമാരി, വേണു തുടങ്ങിയവർ നേതൃത്വം നൽകി. 9 മലയാളം ന്യൂസ്, കോട്ടയം.